യുഎഇയിൽ അതിവേഗ റെയിൽവേ ശൃംഖല വരുന്നു. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ യാത്ര സാധ്യമാകുന്ന പാത 4 ഘട്ടങ്ങളായിട്ടാണ് നിർമ്മിക്കുക. പിന്നീട് യുഎഇയിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും സാധിക്കും. കരാറുകാരോട് വേഗത്തിൽ യോഗ്യതാ പത്രിക സമർപ്പിക്കാൻ ഇത്തിഹാദ് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അബുദാബിയെയും ദുബായിയെയും ബന്ധിപ്പിക്കുന്ന പാത നിർമ്മിക്കുന്നതിനുള്ള യോഗ്യതാ പത്രിക സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഓഗസ്റ്റ് 15-നകം പ്ലാൻ നൽകാനാണ് ആവശ്യപ്പെട്ടിരുന്നത് എങ്കിലും ഇപ്പോൾ സെപ്റ്റംബർ 11-ലേക്ക് നീട്ടിയിരിക്കുകയാണ്. 4 ഘട്ടങ്ങളായുള്ള നിർമ്മാണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. അബുദാബിയെയും ദുബായിയെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈൻ ആയിരിക്കും ആദ്യം നിർമ്മിക്കുക. 2030ഓടെ ഈ പാതയിൽ അതിവേഗ ട്രെയിനുകൾ ഓടിത്തുടങ്ങും. ഇത് പൂർത്തിയാകുമ്പോൾ ദുബായ്, അബുദാബി, എമിറേറ്റുകൾക്കിടയിലെ യാത്രാ സമയം അരമണിക്കൂർ മാത്രമായി ചുരുങ്ങും. അബുദാബിയിലെ വിവിധ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇന്നർ സിറ്റി പാതയാകും 2ാം ഘട്ടത്തിൽ. അബുദാബിയിൽ 10 സ്റ്റേഷനുകളാണ് ഈ ഘട്ടത്തിൽ ഒരുക്കുക. അബുദാബിയെയും അൽ ഐനയെയും ബന്ധിപ്പിക്കുന്ന പാതയാകും 3ാം ഘട്ടത്തിൽ. ദുബായ്, ഷാർജ, എമിറേറ്റുകളെ ബന്ധിപ്പിക്കുന്ന പാത 4ാം ഘട്ടത്തിലായിരിക്കും. ആദ്യഘട്ടത്തിന്റെ നിർമ്മാണം അടുത്ത വർഷം മെയ് മാസത്തിൽ ആരംഭിക്കും. അബുദാബിയിലെ അൽ സാഹിയയിൽ നിന്ന് ദുബായിലെ അൽ ജദ്ദാഫിലേക്കുള്ള 150 കിലോമീറ്ററായിരിക്കും ആദ്യഘട്ട പാത നിർമ്മാണം. 31 കിലോമീറ്ററിലെ തുരങ്കപാതയും പദ്ധതിയുടെ ഭാഗമാണ്. അൽ സാഹിയ, സാദിയത്ത് ദ്വീപ്, യാസ് ദ്വീപ്, അബുദാബി എയർപോർട്ട്, അൽ ജദ്ദാഫ് എന്നിവിടങ്ങളിലായിരിക്കും സ്റ്റേഷനുകൾ. സാഹിയ, അബുദാബി എയർപോർട്ട്, ജദഫ് സ്റ്റേഷനുകൾ ഭൂമിക്കടിയിലായിരിക്കുമെന്നാണ് വിവരം. അറ്റകുറ്റപ്പണികൾക്കായി കേന്ദ്രങ്ങൾ ഉൾപ്പെടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. യാസ് ദ്വീപ് സ്റ്റേഷനിൽ നിന്ന് ജദാഫ് സ്റ്റേഷനിലെത്താൻ 30 മിനിറ്റ് മാത്രം മതിയാകുമെന്നതാണ് പുതിയ റെയിൽ പാത വരുന്നതോടെ സംഭവിക്കുന്ന പ്രധാന മാറ്റം. പ്രാഥമിക സൈറ്റ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പാത കടന്നുപോകുന്ന പ്രദേശങ്ങളിലെല്ലാം ഭൂമി പരിശോധന നടക്കേണ്ടതുണ്ട്. ദുബായ് കേന്ദ്രമായുള്ള മാറ്റ്കോൺ ടെസ്റ്റിംഗ് ലബോറട്ടറി, അബുദാബിയിലെ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇന്റർനാഷണൽ എന്നിവയാണ് ഭൂമി പരിശോധന നടത്തുന്നത്. സ്പാനിഷ് എഞ്ചിനീയറിംഗ് കമ്പനികളായ സെനർ, ഇനക്കോ എന്നിവയുടെ സഹായവും പദ്ധതി നടപ്പാക്കുന്നതിനുണ്ട്.